തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അനുഭവിച്ചുകൂടാ എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, എന്തും തെറ്റും. ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു ഒരാൾ ഇന്നലെ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന്. ഇപ്പോൾ എന്ത് പറയാനാണ് ഞാൻ? അല്ല, ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ആളിന് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ വിമർശനവുമായി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ. സുരേഷ് ഗോപിക്ക് കട്ട് പറയേണ്ടത് ജനങ്ങളാണ് എന്ന് കെ വി ഗണേഷ് കുമാർ പാലക്കാട് വെച്ച് പറയുകയായിരുന്നു. സുരേഷ് ഗോപിക്ക് കട്ട് പറയാൻ താൻ സംവിധായകനല്ല, ആക്ഷനും റിയാക്ഷനും ഒക്കെ അവരവരുടെ ഇഷ്ടമാണ്, എന്നാൽ ജനങ്ങളാണ് കട്ട് പറയേണ്ടത്. ഏറെ കാലമായി അടുത്തറിയാവുന്ന ആളാണ് സുരേഷ് ഗോപി. പറയാനുള്ളതെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു കഴിഞ്ഞുവെന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ഇനി പുതുതായി ഒന്നും പറയാനില്ല, എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഒരാളെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഇനി പറയാനില്ല, ഇനി എല്ലാവരും അനുഭവിച്ചോട്ടെ. തെരഞ്ഞെടുപ്പ് വേളയിൽ എന്റെ പ്രസംഗം കേട്ട് അന്ന് പലരും വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന്. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്നും കെ വി ഗണേഷ് കുമാർ ചോദിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്താ കുഴപ്പം എന്ന് പറയുന്നവരോട് സുരേഷ് ഗോപിക്കല്ല കുഴപ്പം, തെരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ്. സുരേഷ് ഗോപിയുമായുള്ള മുൻ അനുഭവവും ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗണേഷ് കുമാർ വെളിപ്പെടുത്തി. കമ്മീഷണർ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ കാറിന് പുറകിൽ എസ്.പിയുടെ തൊപ്പി വെച്ചിരുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് ഗണേഷ് കുമാർ പരിഹസിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഭരചന്ദ്രൻ IPS ആയി അഭിനയിച്ചപ്പോഴായിരുന്നു പോലീസ് തൊപ്പി കാറിന്റെ പിന്നിൽ സ്ഥിരമായി വെച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണ ഉന്നത പോലീസുകാർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ തൊപ്പി ഊരി സീറ്റിന്റെ പിന്നിൽ വെക്കാറുണ്ട്. അത്തരത്തിൽ സുരേഷ് ഗോപിയുടെ കാറിൽ കുറെ കാലം എസ്.പിയുടെ IPS എന്നെഴുതിയ തൊപ്പി കാറിന്റെ പിന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് കാണുന്ന തരത്തിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത്രയേ അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളൂ എന്നും ഗണേഷ് കുമാർ പരിഹസിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തുകാർക്ക് നന്നായി അറിയാം, തൃശ്ശൂരുകാർക്ക് ദോഷം വരുത്തരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആക്ഷനും റിയാക്ഷനും അവരവരുടെ ഇഷ്ടമാണ്, ഞാൻ സംവിധായകനൊന്നുമല്ലല്ലോ കട്ട് പറയാൻ. ഇനി ജനം പറഞ്ഞോളുമെന്നും കെ വി ഗണേഷ് കുമാർ മന്ത്രി പറയുകയാണ്. സുരേഷ് ഗോപിയുടെ മാധ്യമ പ്രവർത്തകരോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കെ വി ഗണേഷ് കുമാർ. ഇതിനിടെ പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിലെ ശീതീകരിച്ച കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി കെ വി ഗണേഷ് കുമാറിനെതിരെ BJP പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ബസ് സ്റ്റാൻഡിൽ വൃത്തിയുള്ള ശൗചാലയമാണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്തിയത്. KSRTC സ്റ്റാൻഡിന്റെ വികസനത്തിന് തടയിടാനാണ് പാലക്കാട് നഗരസഭ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പ്രതികരിക്കുകയായിരുന്നു. പാലക്കാട് KSRTC സ്റ്റാൻഡിന്റെ വികസനം ചൂണ്ടിക്കാണിച്ച് BJP പ്രവർത്തകർ മന്ത്രിക്ക് കരിങ്കൊടിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കരിങ്കൊടി മന്ത്രിക്കെതിരെയല്ല, BJP ഭരിക്കുന്ന നഗരസഭയ്ക്കെതിരെയാണ് കാണിക്കേണ്ടത് എന്ന് സമരക്കാരോട് മന്ത്രി മറുപടിയും പറഞ്ഞു. KSRTCയിലെ ശീതീകരിച്ച വിശ്രമ മുറിയുടെയും പുതിയ AC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസിന്റെയും ഉദ്ഘാടനത്തിനാണ് പാലക്കാട് മന്ത്രി കെ വി ഗണേഷ് കുമാർ എത്തിയത്.